ഇത് ആൻസർ പറഞ്ഞിട്ട് ഞാൻ പറയാം. അല്ല, അതിൻ്റെ ബേസിക്കലി എന്താണെന്ന് വെച്ചാല് ഈ മമ്മി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് പല ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് തിരിച്ചു പോയി, ഞാൻ ഓൾറെഡി അഡ്രസ് ചെയ്തതാണ്. പക്ഷെ എന്തുകൊണ്ട് പോയി എന്നുള്ളത് ഒരു ഇമോഷണൽ കഥയാണ്. അത് ഞങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാത്ത ഓരോ കാര്യങ്ങളും ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് ആ മരിക്കുന്ന പോയിന്റ്, എങ്ങനെയാണ് തിരിച്ചു വന്ന പോയിന്റ്, എങ്ങനെയാണ് അത് ഹെവി ഇമോഷനാണ്. പക്ഷെ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഷർഫ് ഇവരുടെ ലൈഫിലേക്ക് കയറി വരുന്ന ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന് മുൻപും പിൻപും ഉള്ള കഥകളുണ്ട്. എന്തുകൊണ്ട് പോയില്ല, ഇവർ എത്ര നാൾ ഇവിടെ നിന്നിരിക്കുന്നു, ബഹോടകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം, അങ്ങനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പടത്തിന് ഇനഫായിരുന്നു എന്ന് നമുക്കൊരു കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ്. ഗ്രാഫ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫസ്റ്റ് നോർമലി നമുക്ക് കണ്ടുവരുന്ന പാറ്റേൺ ആണ്. ഒരു പടം ഇറങ്ങി അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഗ്യാപ്പിന് ശേഷമാണ് രണ്ടാം പാർട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഈ ഇപ്പൊ ഉണ്ടാക്കിയെടുത്ത ഒരു ഹ്യൂമറിന്റെ ഒരു ഹൈപ്പ് ഉണ്ട്. സെക്കൻഡ് പാർട്ടിലോട്ട് അതൊരു എന്താ പറയുക വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്? ഇല്ലില്ല, എളുപ്പമായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിലിരിക്കുന്ന ബ്രോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ആക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. അത്ര ഇഷ്ടമാണ്. പഴയ തലമുറയും പുതിയ തലമുറയുടെയും ഒക്കെ ഒരു സങ്കര സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ സങ്കര ഇനം പശു എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഹലോ മൂവി 2 മമ്മി ഉണ്ടാവും. കിട്ടിക്കഴിഞ്ഞു, അതെനിക്കുണ്ട്. അതിന്റെ പ്രത്യേകം കിട്ടും. അതെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അയ്യോ അല്ല, ആക്ച്വലി ബോളിവുഡിലെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ. അപ്പൊ ഈ അക്ഷയ് കുമാർ പോലത്തെ ആർട്ടിസ്റ്റ്, നമ്മുടെ റിതേഷ് ദേശ്മുഖ്, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനത്തെ കുറെ ഹ്യൂമർ, കോമഡി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് ഹൊറർ ആയിട്ടുള്ള. അപ്പൊ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? മീൻസ് ഒരു ബോളിവുഡ് ടച്ച് കിട്ടാൻ വേണ്ടി കഥ എഴുതിയപ്പോ റൈറ്ററിനോടാ? നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ കണ്ടുപരിചയം ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുവരണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആക്ടർ സണ്ണി ഹിന്ദിച്ച പോലുള്ള റെയിൽവേമാനൊക്കെ ചെയ്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിനും വലിയ കാര്യങ്ങളുണ്ടായി. അയാൾ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ആ ക്യാരക്ടർ അത്രയും എന്താ പറയുക, അതുപോലത്തെ വിഷ്വൽസ്. ഇപ്പം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എല്ലാവരും എടുത്ത് പറയുന്ന കാര്യമാണ് സി ജി പിക്ടോറിയൽ എന്ന് പറയുന്നത് കിടപ്പള്ളി തന്നെ ഷർഫ് ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു മലയാളത്തിൽ ഇങ്ങനൊരു സാധനം ഇത്ര ക്ലാരിറ്റിയോട് കൂടി ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു 3 സീൻ്റെ കട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആവുകയും തുടർന്ന് എന്താ പറയുന്നത് കൈവിട്ട് കളിച്ചോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ബോളിവുഡ് ടച്ച് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ഷർഫിക്കയുടെ അടുത്ത് ചോദിക്കാനാണ്, അടുത്തൊരു റിതേഷ് ദേശ്മുഖ് ആകാൻ ചാൻസ് ഉണ്ടോ? റിതേഷ് ദേശ്മുഖ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. അദ്ദേഹം പടങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ബട്ട് നല്ല ഹ്യൂമർ ആയിട്ടുള്ളതും പിന്നെ നല്ല ജോണേഴ്സ് ഉള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജോണറൊക്കെ എനിക്ക് അതിനേക്കാളും ഭയങ്കര വർക്കായിട്ട് തോന്നിയത് സ്ട്രീറ്റ് ടൂറിലെ രാജ്കുമാർ റാവിന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ്. ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഗുരുകുലയെ നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി അല്ലേ. അപ്പോ ഇവിടുന്ന് പോയതാണ് എല്ലാ പരിപാടിയും. അപ്പൊ അതുപോലെ ഈ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെന്യുവനായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ, ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതില് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. ഏതായാലും ഒരു ബോളിവുഡ് ലെവൽ വന്നു വന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ. ഓ, അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും
ന്യൂസ് വരുന്നതല്ലേ? ഇല്ല, ഇല്ല, ഇല്ല. ഇപ്പൊ തൽക്കാലം ഇവിടെ തന്നെ ഇവിടെ തന്നെ കരിമംഗലം അമ്പലം തൃപ്പൂണിത്തുറ പോയാൽ മതി. ഹലോ മി ദോ എന്നും ഒരു പ്ലാൻ ഉണ്ട്. മമ്മി റിട്ടേൺസ്. അതെ, ഹലോ മമ്മി. ഹലോ മമ്മി 2 ആണ് ഈസി ആയിട്ട് നമ്മള് ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാം ഒരു ബിൽഡിംഗ്. അതെ, ഇല്ല, ഞാൻ പുറത്തുനിന്ന് ആളെ വേണ്ടെന്നുള്ള ഇല്ലട്ടാ, അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഞാൻ ഇറങ്ങിക്കാറല്ല, പടം ഫുള്ള് ഞാൻ എയറാണ്. ഇനി പടം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ. ഇവര് വേറെ ഒരു പ്ലാനൊക്കെ പറയണ്ടായിരുന്നു അച്ഛന്, പക്ഷെ എനിക്ക് അതൊന്നും റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് അത്രേ ഉള്ളൂ. നോർമൽ ഒരു ഹൊറർ പടങ്ങളിൽ നമുക്കൊരു ഏകദേശം പ്രഡിക്ഷൻ ഉണ്ടാവും. അതിപ്പോ എങ്ങനെയൊക്കെ ഒരു വൈഡ് ഷോട്ട് കഴിയുമ്പോൾ അവിടെ ഒരു ഷാഡോ മൂവ് അങ്ങനെ സ്ഥിരം ഇതുണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം എഫേർട്ട് ആണ് ഒരു ഹൊറർ പടം കാണുമ്പോൾ ഏകദേശം ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. ഇന്ന ഷോട്ടിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന മൂവ്മെന്റ് അവിടെ നടന്നിരിക്കും, അത് അവിടെ ഒരു ഗോസ്റ്റ് വന്നിരിക്കും. ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു ഇത് ഫീലിംഗ് ആണത്. അത് ബ്രേക്ക് ചെയ്യണമെന്നത് ഇത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്യും പല സ്ഥലത്തും. എത്രത്തോളം ഹാർഡ് വർക്ക് ആയിരുന്നു അത്. ഈ പറഞ്ഞ പോലെ ഹൊറർ എലമെന്റ് ഒരുപാട് കയറ്റി വെക്കണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഒന്നാമതിനകത്ത് മമ്മിയാണ്. എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 തവണയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളോട് യൂസ് ടു ആവും. പിന്നെ നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ട സിനിമകളിലെല്ലാം നമുക്കറിയാൻ വരും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ തായ്പ വരാനുണ്ട്, അല്ലെങ്കിൽ ജംസ്കെയറിന് സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങളത് ഒബ്വിയസ്ലി ഞങ്ങളത് കുറച്ച് ഒഴിവാക്കിയത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് ഈ ഫണ്ട് കയറി വരണം. പിന്നെ ഒരു 1 man ഷോ ഇതിനകത്ത് ഒരു സമയം വരെ കളിക്കുന്നുണ്ട്. ആ 1 man ഷോയ്ക്ക് ആ ആൾക്ക് ഇന്ന ആളെ അറിയാമെങ്കിൽ പിന്നെ ആ പേടിയല്ല, പിന്നെ വേറെ തരത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത്ര ഞങ്ങൾ കുറെ ഒഴിവാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഹൊററിനെ. ഹലോ മമ്മി എന്നുള്ള ടൈറ്റില്, ആ ടൈറ്റില് വളരെ എന്താ പറയുക ക്യാച്ചിങ് ആണ്. ഇപ്പൊ വേണമെന്ന് വെച്ചപ്പോ ഹലോ മമ്മി 2 ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ വേറൊരു സീരീസ് പോലെ അല്ലെങ്കിൽ വേറൊരു ഇതായിട്ട് വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും ഇവരെ വെച്ച് തന്നെയാണല്ലോ. അതോ അല്ല, നമ്മള് ആദ്യമേ തന്നെ നമ്മൾ ഈ കഥ ഒന്നുകൂടെ പൊളിയല്ലേ? അത് ഉറപ്പിച്ച എനിക്ക് വേണ്ടി ചോദിച്ചാണ്. അടിപൊളി, താങ്ക് യു. പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു. മറ്റേ ചോദ്യം ചോദിക്കണേ. അങ്ങനെ തന്നെയായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് എത്രമാത്രം ഫലമാവൊന്നും ചിന്തിച്ചിരുന്നു. ക്യാരക്ടർ നമ്മൾ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കാം, അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. അല്ലെങ്കിൽ അങ്ങനെ എഴുതുമ്പോൾ അത് എങ്ങനെ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന ഒരു ചിന്താഗതി താങ്കൾക്ക് ഉണ്ടായിരുന്നു ഏതെങ്കിലും സമയത്ത്? ഞങ്ങളുടെ ചർച്ചയില് പലപ്പോഴായിട്ട് ഈ കാര്യം വന്നിട്ടുണ്ട്. ആദ്യം തൊട്ട് ചേട്ടൻ ചോദിച്ചത് കറക്റ്റാണ്. ഇങ്ങനെ വന്നപ്പം പല രീതിയിലുള്ള ആൻസറുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ അട്രാക്ട് ചെയ്തല്ലേ, എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്തത് അവരവർ ഒരു ക്യാരക്ടർ നമ്മുടെ എന്താ പറയുക എമ്പതി എന്ന് പറയുമല്ലോ. ഇപ്പൊ ഷറഫിന്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ പടം വർക്കാവുന്നത്. അവരവരുടെ അമ്മമാരെ കാണട്ടെ എന്ന് പറയാം. ഒരു ഫേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രജിസ്റ്റേർഡ് ആണ്. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ അമ്മേനെ പ്ലേസ് ചെയ്തിട്ട് കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് ആ പടത്തിലേക്ക് കയറാനായിട്ട് സാധിക്കും. അവരൊറ്റ കാരണത്താലാണ് ഫേസ് എന്നുള്ള പല രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ലിറ്ററലി കറക്റ്റ് അല്ല, കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും ഭൂരിപക്ഷം ജനങ്ങൾക്കും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ ചിന്തയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത്.